യേശുദേവന്റെ ചിരിക്കുന്ന ചിത്രം അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അത് ഇന്റൻഷനലി അങ്ങനെ ഒരു ചിത്രം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണോ, അതോ യേശുദേവൻ ഒരിക്കലും ചിരിച്ചിട്ടേ ഇല്ലേ? ജീസസും ജീസസിൻ്റെ ഡിസൈപ്പിൾസും എസ്പെഷ്യലി 12 ശിഷ്യന്മാർ, സോ ഇവരുടെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ഇവരൊരിക്കലും ഒരു ഗുരു ശിഷ്യ ബന്ധത്തെക്കാൾ കവിഞ്ഞ് എപ്പോഴും ഇവർ സുഹൃത്തുക്കളായിരുന്നു. എപ്പോഴും തമാശ പറയുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്ന നല്ല രസകരമായ രീതിയായിരുന്നു ഇവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ബൈബിൾ ആ രീതിയിൽ വായിച്ചാലേ അത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ ഭയങ്കര വലിയൊരു പുണ്യഗ്രന്ഥം വായിക്കുന്ന ഭയങ്കര ഒരു ഭക്തിയിൽ വായിച്ചു കഴിഞ്ഞാൽ അതൊന്നും കിട്ടത്തില്ല. അപ്പോൾ പലപ്പോഴും ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ആനന്ദിച്ച് ചിരിക്കും ഈ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ. ശരിക്കും അങ്ങനെയായിരുന്നു ജീസസും സംസാരിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും മസിൽ പിടിച്ചിട്ടുള്ളൊരു ജീസസിൻ്റെ സംസാരമായിരുന്നില്ല. അപ്പോൾ ഇന്ന് പക്ഷേ വ്യാഖ്യാനിച്ചിരിക്കുന്നതും അവതരിപ്പിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. ഭയങ്കര മെച്യൂറായിട്ടുള്ള, ഭയങ്കര എളിമയുള്ള, താഴ്മയുള്ള, വിനയഭാവമുള്ള, ഭയങ്കര സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജീസസിനെ വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും റിയലിസ്റ്റിക്കായിട്ട് ജീസസ് അങ്ങനെ ആയിരുന്നില്ല. ജീസസ് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളായിരുന്നു. പെട്ടെന്ന് ആ രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ തമാശ പറയുന്ന അങ്ങനെ ഉള്ള പ്രകൃതം ഉണ്ടായിരുന്നു. അപ്പം ബൈബിളിലെ വാക്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ വായിക്കുമ്പോൾ നമുക്കതെല്ലാം മനസ്സിലാവും. അന്ന് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലല്ലോ, അന്ന് വരകളുമൊക്കെ കുറവായിരുന്നു. സോ ജീസസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ ആദ്യമായി വരച്ചത് എനിക്ക് തോന്നുന്നു ഡാവിഞ്ചി ആണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. സോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ജീസസിൻ്റെ രൂപം ഒരു രേഖാചിത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് കാണുന്ന ജീസസിൻ്റെ രൂപങ്ങളൊന്നും ജീവിച്ചിരുന്ന വ്യക്തിയുമായിട്ട് ഒരു സാമ്യവുമില്ല. എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് പോലെയുള്ള, ഞാൻ ഈ പറഞ്ഞ മസിൽ പിടിച്ച സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള വ്യക്തിത്വമായിട്ടാണ് അദ്ദേഹത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. പടങ്ങളെല്ലാം റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവത്തെ, ആ വേദനാജനകമായിട്ടുള്ള കാര്യത്തെയാണ് ആ പിക്ചറിനകത്ത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജീസസിൻ്റെ പിക്ചർ കാണുമ്പോൾ മാത്രം എല്ലാവരുടെയും ഹൃദയം അകത്താണ്, ജീസസിൻ്റെ ഹൃദയം മാത്രം പുറത്താണ്. കാരണം ആ ത്യാഗത്തിനെ കാണിക്കുന്ന ജീസസിൻ്റെ മുൾക്കിരീടം വെച്ചിരിക്കുന്ന തലയിലെന്നാണ് പറയുന്നത്. പക്ഷേ പടങ്ങളിലെല്ലാം വെച്ചിരിക്കുന്ന ഹൃദയത്തിന് ചുറ്റുമാണ് മുൾക്കിരീടം വെച്ചിരിക്കുന്നത്. ആ ഹൃദയം എങ്ങനെ അഗ്നിക്കിരയായിക്കൊണ്ടേയിരിക്കുന്നു, സദാ കത്തിക്കൊണ്ടേയിരിക്കുന്നു. സോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രതീകാത്മകമായിട്ടാണ് ആ പടങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിനകത്ത് ആ ഒരു ദുഃഖ മനോഭാവം കാണും. എന്ന് ഒരു 100 പടം എടുത്തു കഴിഞ്ഞാൽ അതിൽ 99% ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്, ആ ത്യാഗ മനോഭാവത്തിൻ്റെ റെപ്രസെൻറ്റേഷനായിട്ടാണ് അതിന് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മാത്രമേ ആ മതത്തിന് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം ജനങ്ങളുടെ വികാരത്തെ ഇണക്കിയാൽ മാത്രമേ ജനങ്ങൾ അതിനകത്ത് നിലനിൽക്കത്തുള്ളൂ. രാഷ്ട്രീയം അങ്ങനെയാണല്ലോ.